ഇപ്പോൾ വൃശ്ചിക മാസത്തെ നോമ്പൊക്കെ കഴിഞ്ഞു, സൺഡേയുമാണ്. അപ്പോൾ ഇന്നെന്തായാലും നോൺ വെജ് ആയിരിക്കുമല്ലോ വീട്ടിൽ. എല്ലാവരുടെ വീട്ടിലും അങ്ങനെ ആയിരിക്കണം, പൊതുവേ നോൺ വെജ് വേണം. അപ്പോൾ വൃശ്ചിക മാസത്തിലെ നോമ്പ് കൂടി കഴിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ എന്തായാലും ചിക്കൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പൊതുവേ ചിക്കൻ കറിയാണ് വെക്കാറ്. കുറച്ച് ഞാൻ എടുത്തിട്ട് പൊരിക്കാനും മാറ്റി വെച്ചു. കാരണം എനിക്ക് ചിക്കനിലെ കറി വെച്ച് കഴിഞ്ഞാൽ എല്ലാ പീസൊന്നും വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഏട്ടനോട് അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിക്കൻ കഴുകുമ്പോൾ കുറച്ച് ചെറിയ ചെറിയ പീസാക്കി വെക്കാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഞാനിവിടെ കുക്കറിൽ വേഗം ചിക്കൻ കറി സെറ്റാക്കി. കാരണം കുക്കറിലാകുമ്പോൾ നമുക്ക് വേഗം പണി കഴിഞ്ഞിട്ടല്ലോ. പൊതുവേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ചിക്കനൊക്കെ കൊണ്ടുവരുമ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ കുക്കറിൽ വേഗം ചിക്കൻ കറി സെറ്റാക്കി കുറച്ച് വറുക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ തിരുമ്പി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പണികളൊക്കെ വേഗം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മോനെ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ വീട്ടിൽ. പിന്നെ ഏട്ടനും ഉണ്ട് കേട്ടോ, മറന്നുപോയി. അപ്പോൾ പണികളൊക്കെ വേഗം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കറികളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വേഗം കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അച്ഛനിങ്ങനെ ഇടയിൽ കൂടെ വന്ന് നോക്കുന്നുണ്ട് എൻ്റെ കായ് എന്നുള്ളത് കേട്ടോ. മോൻ ഉറങ്ങുന്നുണ്ട് ഈ സമയത്ത്. അപ്പം ഞാൻ കുറച്ച് കാടമുട്ട ഞാൻ തലേദിവസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരത്തെ ചായക്ക് എന്നാൽ അതേപോലെ എടുത്തിട്ട് തോട് പൊളിച്ചിട്ട് നമുക്ക് ആ സമയത്ത് മസാലയൊക്കെ കഴിച്ചാൽ മതിയല്ലോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മോനെ എണീറ്റു. അപ്പോൾ ഏട്ടൻ വേഗം മോനെ ഇറക്കി കൊണ്ടുവന്നിട്ട് നേരെ അടുക്കളയൊക്കെ വന്ന് എന്നിട്ട് എല്ലാവരും രണ്ടും കൂടി നിരീക്ഷിക്കുന്നുണ്ട് എൻ്റെ കായ് നോക്കാൻ. അപ്പോൾ ഞാൻ വേഗം രണ്ടാളും കൂടി അടുക്കളയിൽ നിന്ന് പറഞ്ഞു വിട്ടു. കാരണം എൻ്റെ പണികളൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഞാൻ മക്കളെ ഒക്കെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ എൻ്റെ പണികളൊക്കെ ഒരുവിധം കഴിച്ചു. ഉച്ചത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറൊക്കെ നിന്നു. അപ്പോൾ വൈകുന്നേരമായ സമയത്ത് ഞാൻ ഏട്ടനോട് പറഞ്ഞ് ഈ കാടമുട്ടയൊക്കെ ഒന്ന് തോല് പൊളിച്ചേക്കാൻ. അങ്ങനെ ഏട്ടനൊക്കെ ഒന്ന് പൊളിച്ച് സെറ്റാക്കി വെച്ച് ഞാൻ ഇവിടെ അടുപ്പത്ത് ചായയും വെച്ചു. കാപ്പിയാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഞാൻ കാടമുട്ട മസാലയൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ കാപ്പിക്ക് ചായക്ക് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം കാടമുട്ടയൊക്കെ എടുത്തിട്ട് ഞാൻ നല്ലതുപോലെ മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ നല്ല കാപ്പിയും കാടമുട്ട മസാലയും കൂടി കൂട്ടിയിട്ട് വൈകുന്നേരം ചായ എടുക്കായിരുന്നു കേട്ടോ. ഇപ്പോഴും ഞങ്ങൾ 4 പേരേ ഉള്ളൂ, മോൻ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ വേഗം ചായ എടുക്കുക വിചാരിച്ചിട്ടിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി അടുക്കളയിൽ കുത്തിരുന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞ് ചായ എടുക്കുന്നുണ്ട്. അച്ഛൻ ടി വി കണ്ടിട്ട് ഡൈനിങ് ഹാളിൽ നിന്നും ചായ എടുക്കുന്നുണ്ട് കേട്ടോ. മോൻ ഉറങ്ങുന്നത് കൊണ്ട് ഞാൻ ഏട്ടനോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ, സൗണ്ട് കേൾക്കുന്നതെന്ന് നോക്കണേ. അത് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. പിന്നെ അപ്പോഴാണ് മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒന്ന് ചിരിച്ചു തന്നതാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഞങ്ങളെ വൈകുന്നേരത്തെ ചായ ഇടും കഴിഞ്ഞു. എല്ലാവർക്കും ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നോ?